സ്വാഗതം ആശംസിക്കാനായി ശ്യാമരാജനെ ക്ഷണിച്ചോളൂ. നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യൂത്ത് കോൺഗ്രസ് മണ്ഡല സമ്മേളനം ശ്രീപത്മം നിന്നും തത്സമയം യൂത്ത് കോൺഗ്രസിന്റെയും നല്ലവരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സുദിനമാണ്. ഈ സായാഹ്ന വേളയിലും ഇപ്പോൾ നാട്ടിൽ എവിടെ തിരിഞ്ഞാലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും രാസലഹരി വസ്തുക്കളുടെയും പിന്നാലെ ആണ് നമ്മുടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ നമ്മുടെ സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് അറുതി വരുത്തുവാൻ യൂത്ത് കോൺഗ്രസ് എന്ന രീതിയിൽ ഇനി വരുന്ന കമ്മിറ്റിയെങ്കിലും ശക്തമായി പ്രതിരോധിക്കണം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ നാടിന്റെയും വികസനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും കോൺഗ്രസിനെയും അതുപോലെ തന്നെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ഇനി വരുന്ന കമ്മിറ്റി നടത്തണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സുദീർഘമായ സമയപരിധികൾ ഉള്ളതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കനായ നസീർ കാക്കയെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ DCC എക്സിക്യൂട്ടീവും ആയ പ്രിയപ്പെട്ട VO സാജൻ അവർകൾ, അതുപോലെ പ്രിയപ്പെട്ട INTCയുടെ പ്രസിഡന്റ് പുള്ളിപ്പച്ച സൈലാദീൻ, നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ഇക്ബാൽ, അതോടൊപ്പം തന്നെ ജിഷ്ണു കൃഷ്ണൻ, രാജേഷ്, പ്രേമയണ്ണൻ, മുൻ INTC പിന്നെ പാർട്ടിയുടെ പിന്നെ മണ്ഡലം പ്രസിഡന്റായ സുനേന്ദ്രൻ പിള്ള അവർകൾ, അതുപോലെ തന്നെ INTCയുടെയും പിന്നെ വിക്രമൻ, പ്രകാശ്, നിസാം, പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഈ INTCയുടെ യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഇതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു അവസാനിപ്പിക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട നസീറാക്ക, സാജിയണ്ണൻ, ശ്യാമരാജൻ, മറ്റ് പ്രമുഖ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ മണ്ഡലം ചടയമംഗലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ പുതിയ നിയുക്ത മണ്ഡലം പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചിരുന്നു. പുള്ളി BJP-കാരനാണ്, RSS-കാരനാണ് എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഏത് പാർട്ടിയിൽ നിന്ന്, ഇപ്പൊ എന്റെ നമ്മളെ വീടുകളിലൊക്കെ പല പാർട്ടി പ്രവർത്തകരുണ്ടാവും. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ എല്ലാവരും പല പാർട്ടികളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, മിക്കുള്ളവരും ഇതിനകത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരോപണം ഉന്നയിക്കുന്നവർ ചുമ്മാ അങ്ങ് പറയുകയാണ്. ആരോപണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ഭാരവാഹിത്വത്തിലാണ് ഈ ആൾ ഇരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് ഇപ്പം നമ്മളെ കോൺഗ്രസ് കടന്നു പോകുന്നത്. അത് യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ യൂത്ത് കോൺഗ്രസ് ഉള്ളൂ. എന്നാലും ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ചന്തുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊക്കെ നസീറാക്ക പറയും. അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് KPCC പ്രസിഡന്റ് MM നസീർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ മണ്ഡലം പ്രസിഡന്റ്, ഈ
ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിന്റെ അധ്യക്ഷൻ കൂടിയായ ശ്രീ ജിഷ്ണു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ വി ഒ സാജൻ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളായ സ്വാഗതം ആശംസിച്ച ശ്രീ ശ്യാംരാജ്, ശ്രീ പുള്ളിപ്പച്ച സലാഹുദ്ദീൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഭുവനേന്ദ്രപിള്ള, ശ്രീ പ്രേമൻ വില്യം, ശ്രീ ദിലീപ്, ശ്രീ വിജയൻ, ശ്രീമതി ഷജീല, ശ്രീമതി മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ജലീല ടീച്ചർ, ശ്രീ സലീം സാറ്, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ രാജേഷ് അടക്കം പുതിയ മണ്ഡലം പ്രസിഡന്റ് പുതിയ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ അനന്തു, മുൻ മണ്ഡലം പ്രസിഡന്റ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ പരാജയപ്പെട്ട ഒരു ശക്തനായ പോരാളി കൂടിയായ ശ്രീ ഫൈസൽ ഇക്ബാല്, പ്രിയപ്പെട്ട ശ്രീ അരവിന്ദ് ശരത്ത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊച്ചനുജന്മാരെ, സഹപ്രവർത്തകരെ, ചടയമംഗലം മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ശ്രീ ജിഷ്ണു ആണ് പ്രസിഡന്റായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വളരെ തിരക്കും മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അധ്യാപന വൃത്തി കഴിഞ്ഞതിന് ശേഷം യൂത്ത് കോൺഗ്രസിനെ കാര്യമായി ഇവിടെ രൂപീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ ജിഷ്ണു അടക്കമുള്ള നേതാക്കന്മാരെല്ലാം കൂടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ അനന്തുവിനെ മണ്ഡലം പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ, നിങ്ങൾക്കറിയാം, വളരെ തുച്ഛമായ ദിവസമേ ആവൂ ശ്രീ അനന്തുവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയിട്ട്. ആ തുച്ഛമായ ദിവസം കൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഇത്രയും ചെറുപ്പക്കാരെ വിളിച്ച് ചേർക്കാൻ, വളരെ പെട്ടെന്ന് വിളിച്ച് ചേർക്കാൻ സാധിച്ചു എങ്കിൽ ശ്രീ അനന്തു ഇനി മിടുക്കനാണ്, യാതൊരു സംശയം വേണ്ട. എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്കറിയാം, രാജേഷ് അടക്കം വിഷ്ണു അടക്കം അവർക്കൊക്കെ അവരുടെ എല്ലാ സപ്പോർട്ടുണ്ട്. ഫൈസലിന്റെ സപ്പോർട്ടുണ്ട്, ഞങ്ങളെല്ലാം സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടെ ചില ഓരോ വ്യക്തികൾ, ഇവിടെ ഈ പാർട്ടിയെ നോക്കുന്ന ആളുകളല്ല. ഇപ്പൊ ചടയമംഗലത്ത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. ഗ്രൂപ്പ് കളിക്കുക, ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിനെ നമുക്കറിയാം, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പാറക്കോറിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇങ്ങനെ നമ്മുടെ പാർട്ടിക്കാർ തന്നെ കുത്തിപ്പൊക്കി, കുറച്ചു പേര് കോറിക്ക് അനുകൂലം, കുറച്ചു പേര് കോറി വിരുദ്ധര് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കോറിക്ക് കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കോറികൾക്കെല്ലാം എതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല. കഴിഞ്ഞ ദിവസം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 3 ആഴ്ചയ്ക്ക് മുമ്പ് കൂടിയപ്പോഴേ കുറച്ച് ആളുകൾ കോറിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു മണ്ഡലം കമ്മിറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് നേതാക്കൾ കൂടിയപ്പോൾ കോൺഗ്രസ് പിന്നെ ആസൂത്രിതമായി കുറച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കോറിക്കെതിരായി. ഞാൻ എടുത്ത നിലപാട്, കോറിക്കെതിരായി നമ്മൾ സമരം ചെയ്യുന്നെങ്കിൽ എല്ലാ കോറികൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യണം. അങ്ങനെ എല്ലാ കോറികൾക്കും എതിരായി നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിക്കുക. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് കുരിയോട്ട് ഇങ്ങോട്ട് വരുമ്പം നെട്ടേത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 10-15 വർഷം കോറി ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കോറിയുടെ ആളുകൾ തന്നെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒരു കോറി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിവാദമായി കോറി നടക്കുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ട് 500 മീറ്റർ ഒരു കോറി നടക്കുന്നുണ്ട്. 500 മീറ്റർ അകലെയാണ്. അപ്പൊ അതിനടുത്ത് ഒരു കോറിക്ക് വേണ്ടി കുറച്ച് മാനേജ്മെന്റ്, ആരാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. നമ്മൾ ആദ്യം ഈ കോറിയുടെ മാനേജ്മെന്റിനെ കണ്ടിട്ടുമില്ല, എവിടെ വെച്ച് കണ്ടാലും അറിയത്തില്ല. നമുക്ക്
ആരെയും അറിയില്ല. ഇവിടെ വന്ന് ഹിയറിംഗ് നടന്നപ്പോൾ നമ്മുടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക, അവർക്ക് തൊഴിൽ വേണം. ആ പ്രസംഗം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അവർ പറഞ്ഞത് ഇങ്ങനെ പഞ്ചായത്താണ്, പഞ്ചായത്തുകാർ അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കോറിക്കെതിരാണ്, ഞങ്ങൾ ലൈസൻസ് കൊടുക്കില്ല. അവൻ പറഞ്ഞെന്താ? അവര് പറഞ്ഞത് കോറി പഞ്ചായത്താണ് കൊടുക്കുന്നത്. പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞാലും ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. അപ്പൊ കോറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ജോലി വേണം. പിന്നെ സമരവുമായി പ്രക്ഷോഭവുമായി വരുന്ന ചില ആളുകൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ഈ കോറികളെ ചുറ്റിനുമുള്ള കുറച്ച് ഒരു 7 പേര് അവർക്ക് നല്ല വില കിട്ടണമെന്നുണ്ട്. അങ്ങനെയാണല്ലോ, നമ്മളവരെ കുറ്റം പറയുന്നില്ല. കാരണം ഇന്ന് നാട്ടിൽ ഒരു 20,000 രൂപയ്ക്ക് കൊടുത്താൽ പോലെ റബ്ബർ പോലും വാങ്ങാനില്ല. പക്ഷെ കോറിയുടെ അടുത്തുള്ള സ്ഥലത്തിന് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വെച്ച് ആളുകൾ ചോദിക്കും. സ്വാഭാവികമായിട്ട് ചോദിച്ചോട്ടെ, കോറിക്കാർ കൊടുത്തോട്ടെ. ഈ കാര്യങ്ങളാണ് അവിടെ പ്രസംഗിച്ചത്. ആ പ്രസംഗം എടുത്ത് വലിയ നിലയിൽ ചാനലുകളിൽ, ലോക്കൽ ചാനലുകളിലും പത്രങ്ങളും എടുത്ത് വലിയ വിഷയമാക്കി പാർട്ടിയെ രണ്ടാക്കി, നേതാക്കന്മാരെ രണ്ടാക്കി, 2 തുണ്ടാക്കി, ചേരി തിരിച്ച് അപമാനിച്ച് 1-2 ഗൾഫിൽ 1-2 പോയിട്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന 1-2 പേര് ഗൾഫിൽ പോയി. അവര് വ്യക്തിപരമായി നമ്മളെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രീതികളാണ് നടക്കുന്നത്. ഇതൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കോറിക്കെതിരാണെങ്കിൽ എല്ലാ കോറിക്കും എതിരാണ്. അല്ല ഒരു കോറിക്ക് പോയി ഹിയറിംഗ് കൊടുക്കാനോ, ഇത് വ്യക്തമായി ഞാൻ തുറന്നു പറയുന്ന കാര്യം, ഈ പഞ്ചായത്തിന് മൊത്തം എല്ലാ പാർട്ടിക്കാരുടെ മുമ്പിലും നമ്മൾ നാണം കെട്ടിരിക്കുകയാണ്. കുറച്ച് ആളുകൾ, ഞാനടക്കം, എനിക്ക് വലിയ വ്യക്തിപരമായ വിഷമമുണ്ട്. നമ്മൾ മണ്ഡലം കമ്മിറ്റി കൂടി ഓരോ വാർഡിലും 10 പ്രവർത്തകരെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ നമ്മൾ ഇതിന്റെ പേരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ, മറ്റന്നാൾ പേര് ചേർക്കേണ്ട സമയം തീരും, ആ ചേർക്കാതെ ഇവിടെ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞ് കടക്കൽ വലിയ 1000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തിയിട്ട് ആ പ്രകടനത്തിൽ പങ്കെടുക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ. ഇതാരായ CPM-കാരും CPI-ക്കാരും ഇത് മുതലെടുക്കുകയാണ് BJP-ക്കാരും. ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലും പ്രചരണം നടത്തുന്നത് ഇവിടുത്തെ CPM-ന്റെ. നമ്മള് പാർട്ടിയാണ് വരുന്നത്. ഞാൻ പാർട്ടിക്കാരനാണ്. എന്റെ നാട്ടില്, എന്റെ പഞ്ചായത്തില് ഞാൻ കോൺഗ്രസിനെ അതിശക്തമായ നിലയിൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായി ഈ എന്റെ പഞ്ചായത്തിലെ ഓരോ വാർഡിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ചാർജ് കൊടുക്കുമ്പോൾ എന്റെ വാർഡ് ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം. എന്റെ വാർഡില് പുതിയ വാർഡാണ്. ആ പുതിയ വാർഡിൽ 97 പേരെ വോട്ടർ പട്ടികയിൽ നമ്മൾ ചേർത്തു. 97 പേര്. കുടുംബസംഘം ആദ്യം നടക്കും. ഏത് കാര്യം വന്നാലും നടത്തും. കാരണം ഞാൻ നടത്തുന്നത്, എനിക്ക് വെളിയിൽ പോയി നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ ഞാൻ എന്റെ ഭാഗത്ത് സ്ഥലത്ത് പ്രവർത്തിക്കണം. എന്റെ സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് CPM-കാരെ ഓടിച്ചിട്ടടിക്കുന്ന സ്ഥലമാണ് നിലമേൽ. നിങ്ങൾക്കറിയത്തില്ല. രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളെ അമ്മമാര്, ഞങ്ങളെ പെങ്ങന്മാര് വീടിനുള്ളിൽ ഈ ചരിവത്തില് മണലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുറത്തിറങ്ങിയ CPM-മാർ അടിക്കും. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി അടിക്കും. അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ അവര് പുറത്തിറങ്ങാതെ ചരിവത്തില് മണലിട്ട് ജീവിച്ച ഒരു സ്ഥലമാണ് നിലമേൽ. അവിടെ ഇന്ന് നിങ്ങൾ നോക്കുക, ഓരോ തവണയും ഓരോ മെമ്പർമാരെ അധികമാക്കി. അടുത്ത പ്രാവശ്യം പൂർണ്ണമായി കോൺഗ്രസ് ജയിക്കുന്ന പഞ്ചായത്തായിട്ട് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ ഓരോ പഞ്ചായത്തിലും, കുമ്മൾ പഞ്ചായത്തായാലും, കടക്ക പഞ്ചായത്തായാലും, വെളിനല്ലൂർ പഞ്ചായത്തായാലും, അരയമൺ പഞ്ചായത്തായാലും, ചിത്ര പഞ്ചായത്തായാലും, എല്ലാ സ്ഥലത്തും നമ്മൾ ഓടികിടന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിച്ചു. ഇവിടെയും ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് ശക്തിപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ്സുകാരെ രണ്ടാക്കണമെന്നല്ല, തമ്മിലടിപ്പിക്കണമെന്നല്ല. ഈ പാർട്ടിയിൽ ആരെയും ആർക്കും തീർക്കാൻ പറ്റൂല. ഈ പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്, പ്രവർത്തിക്കുന്നവരുടെ പാർട്ടിയാണ്. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും വലിയ ദുർഭരണം നടത്തുന്ന പഞ്ചായത്താണ്, സംസ്ഥാനമാണ്. കേന്ദ്രത്തിൽ നിങ്ങൾ ഓർക്കണം, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട ആൾ രാഹുൽ ഗാന്ധിയാണ്. എത്ര ലക്ഷം വോട്ടുകൾ
നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും കൂടി അട്ടിമറിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവോടുകൂടി രാഹുൽ ഗാന്ധി 1.25 മണിക്കൂർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. 1.25 മണിക്കൂർ. കേരളത്തില് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നിങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ച് നോക്കുക. എന്തുമാത്രം ക്രമക്കേടുകളാണ് നടത്തിയിരിക്കുന്നത് അറിയാമോ? പഞ്ചായത്തിനകത്ത് എന്തുമാത്രം ക്രമക്കേടുകളാണ്. അപ്പൊ ആ പഞ്ചായത്തിനകത്ത് ചില ആളുകളുണ്ട്. ആ പഞ്ചായത്തുമായിട്ട് സ്ഥിരമായിട്ട് സഹകരിക്കുന്ന ചില ആളുകൾ, അവരൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്ത് നമുക്ക് എത്ര വാർഡില് നമ്മളെ വോട്ടർമാരെ ചേർക്കാതെ കിടക്കുന്നു നിങ്ങൾക്കറിയാമോ? എത്ര ആളുകൾ, എത്ര വാർഡിലെ വോട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നറിയാമോ? ഇതിനൊന്നും സമയമില്ലാതെ KPCCയും DCC പറയുന്ന കാര്യങ്ങൾ നടത്താതെ നമ്മൾ വിഴിപ്പിലക്കി നമുക്ക് പാർട്ടി രക്ഷപ്പെടുമോ? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ കമ്മിറ്റിയിൽ നിങ്ങൾ വന്നതിലല്ല കാര്യം. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നിങ്ങൾ എല്ലാ വാർഡിലും പോയി നടത്തണം. എല്ലാ വാർഡിലും നിങ്ങൾ 10 യൂത്ത് കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കണം. 10 പേരെ. ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. കാരണം അത് ചെറുപ്പക്കാരുടെ ഒരു ടീം ഉണ്ടാവണം. ഏത് പ്രശ്നം വന്നാലും നേരിടാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവണം. ഞാൻ അങ്ങനെയാണ് വളർന്നത്. ഞാൻ ആദ്യം വളർന്നത് അങ്ങനെയാണ്. CPM ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കുന്ന സമയത്ത് CPM പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു സേനയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. ഒരു സേന എന്റെ വീട്ടില്, ആ സേനയ്ക്ക് എല്ലാ പരിശീലനവും ഞാൻ കൊടുത്തു നേരിടാൻ വേണ്ടി. അങ്ങനെ കരുത്തുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായി. ഏറ്റുമുട്ടി, ഞങ്ങളും അവരും ഏറ്റുമുട്ടി. എന്റെ കൂടെ ഉള്ള ഒരാളെ കൊന്നവര്, കുരിയോട് അനി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവരെ കൊന്നു. ഞങ്ങളും തിരിച്ചു ആക്രമിച്ചു, അവരും ആക്രമിച്ചു. അവസാനം മനസ്സിലായി, അടി കിട്ടിയാൽ എല്ലാവർക്കും ശരീരം നോവുമെന്ന് മനസ്സിലായപ്പോൾ CPM ആയുധം താഴെ വെച്ചു. ഇന്ന് CPM-ന്റെ ഏറ്റവും ലോക്കൽ കമ്മിറ്റി ഏറ്റവും ക്ഷീണമായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞ നിലമേലാണ്. കാരണം ജനങ്ങള് അവരകന്നുപോയി. പഞ്ചായത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, 1 രൂപയുടെ അഴിമതി കാണിക്കാത്ത പഞ്ചായത്താണ്. അപ്പൊ നമുക്ക് ഇവിടെയും അത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഈ പഞ്ചായത്ത് കോൺഗ്രസിന് ജയിക്കാൻ പറ്റും, ഉറപ്പാണ്. പക്ഷെ നമുക്കത് ജയിക്കണമെങ്കിൽ നമ്മൾ നല്ല ശക്തമായി ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കണം. അതിന് ഇന്നത്തെ ഈ കമ്മിറ്റിയിൽ, യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ ശക്തമായ ഒരു പ്രവർത്തനം വരും ദിവസങ്ങളിൽ നടത്തണം. കേരളത്തിൽ പിണറായി വിജയന്റെ 2ാമത്തെ ഭരണമാണ്. ആ ഭരണം ഇനി 1 വർഷവും കൂടെ കഴിഞ്ഞാൽ തീരുമ്പോൾ വീണ്ടും 3ാമത്തെ ഭരണം കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഭരണത്തിൽ ഇവിടെ അവസാനിപ്പിക്കണം. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മനുഷ്യനൊരു വിലയില്ല, അവന് തൊഴിലില്ല, അവന് കൂലിയില്ല, ജോലിയില്ല, ദാരിദ്ര്യമാണ്. പലർക്കും ദാരിദ്ര്യമാണ്, കാരണം തൊഴിലില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ആർക്കും തൊഴിൽ കൊടുക്കുന്നുണ്ടോ? CPM-ന്റെ ആളുകളെ മുഴുവനും പിൻവാതിലൂടെ നിയമിക്കുകയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിയമിക്കുകയാണ്. അവിടെ ഒരു ആശുപത്രിയിൽ ഒരു ഉപകരണമോ ഒന്നുമില്ല. അവിടുത്തെ ഒരു ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ ശക്തമായ തീരുമാനമുണ്ടാവണം. പാറക്കോറിക്കെതിരെയാണ് സമരമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പാറക്കോറിക്കെതിരെ സമരം നടത്തണം. ഞാൻ അഭിപ്രായക്കാരനാണ്. ഒരു പാറക്കോറിയും, എന്റെ കൊച്ചാപ്പാട പാറക്കോറി ഇരിക്കട്ടെ, എന്റെ മാമന്റെ പാറക്കോറി ഇരിക്കട്ടെ, എന്റെ വലിയാപ്പാട പാറക്കോറി ഇരിക്കട്ടെ, ഒരു പാറക്കോറിയും വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. പിന്നെ പാറക്കോറിക്കാരനെതിരെ സമരം ചെയ്തിട്ട് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി ആരും പൈസ ചോദിക്കരുത്. അത് ശരിയല്ല. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ഈ പഞ്ചായത്തിനെതിരായിട്ടുള്ള അഴിമതിക്കെതിരായി, ഇവിടെ പാറക്കോറികൾ അനധികൃതമായി നിൽക്കുന്ന പാറക്കോറികളെ നടത്തുന്ന കോറികളാണെങ്കിലും ജനവാസത്തിനെതിരാണെങ്കിൽ ആ കോറിക്കെതിരായി, ഈ പിണറായി ഭരണത്തിനെതിരായി, ബ്ലോക്ക് പഞ്ചായത്തിനെതിരായി നമുക്ക് സമരം ചെയ്യണം. നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിലാണ് കൈയടിക്കുക. ആണല്ലോ, സമരം ചെയ്യണം. ആ സമരത്തിന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആള് കിട്ടും. നമുക്ക് 100 പേര് വേണം സമരം പോകാൻ. 100 പേര്. ആ 100 പേര് ഇവിടെ ഉണ്ട്. ആ 100 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ എന്തെല്ലാം അഴിമതിയാണ് നടക്കുന്നത് അറിയാമോ? പഞ്ചായത്തിനകത്ത് എന്തെല്ലാം അഴിമതിയാണെന്നറിയോ? ഒരാളൊന്നും മിണ്ടുന്നില്ല പഞ്ചായത്ത് കിടക്കുന്ന അഴിമതിക്കെതിരെ. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത്, ഈ നമ്മുടെ തൊട്ട് ഇവിടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്ഥാനം. അവിടെ നടക്കുന്ന അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ആശുപത്രി നടക്കുന്ന അഴിമതികൾ എന്തെല്ലാമാണെന്നറിയാം. ഞെട്ടിക്കുന്നതാണ്. ഇതിനെല്ലാം എതിരായി നമുക്ക് പോരാടണം. അതിന് ശ്രീ അനന്തു
നീ ശക്തമായി മുന്നോട്ട് പോകണം കേട്ടോ. ഇതൊക്കെ ഇവിടെ കളിക്കുന്നതെല്ലാം വേറെ കളിയാ. അല്ല, അനന്തു വന്നപ്പോൾ മനസ്സിലായി ചെറുപ്പക്കാർക്ക് നിന്റെ കൂടെ വരുമെന്ന്. ഇവിടെ രാജേഷ് ഉണ്ട്, പിന്നെ ശരത്തുണ്ട്, പിന്നെ ജിഷ്ണു ഉണ്ട്, ഫൈസലിന് ഒരു രക്തസാക്ഷിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഫൈസൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പം ഇതേ ഗ്രൂപ്പുകൾ, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇരുന്ന്, ഈ ഗൾഫിൽ ഇരുന്ന് ഇവൻ എന്തോ യോഗ്യത, ഇവൻ ആരാണ്, ഇവൻ ഏതാണ്, ഇവൻ 30 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതാണ് സീറ്റ് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയായപ്പോൾ അപമാനിച്ചു. സ്ഥാനാർത്ഥിയായപ്പോൾ എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വേദനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടത്തിയ മത്സര പോരാട്ടം ചരിത്രത്തിൽ ഇടം നേടിയ പോരാട്ടമാണ്. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ളതാണ്. എത്ര വോട്ടിനാണ് പറഞ്ഞത്? ചടയങ്കലം പോലെയുള്ള ഇടതുപക്ഷ മണ്ഡലത്തില് തുച്ഛമായ വോട്ടുകൾ പരാജയപ്പെട്ടു. ആ ഫൈസല് നിങ്ങളവിടെ സപ്പോർട്ട് ചെയ്യും, യാതൊരു സംശയം വേണ്ട. കാരണം പാർട്ടിയാണ്. നമ്മൾ ഒരു നേട്ടത്തിനും വേണ്ടിയല്ല നമ്മൾ ആരും പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ പല ആളുകളും അത് ദുരങ്കം വെക്കാൻ ശ്രമിക്കും. അതിനെല്ലാം ചവിട്ടി മറിച്ചുകൊണ്ട്, അതൊക്കെ നമ്മുടെ യുദ്ധഭൂമിയാകുമ്പം നമുക്ക് വിഘാതം സൃഷ്ടിക്കുന്നവരുണ്ടാകും. ആ വിഘാതങ്ങളെ നമ്മൾ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു ശക്തമായ പാർട്ടി നേതൃത്വവും സംവിധാനവും വളർന്നു വരും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയണം. ഇവിടെ കൂടിയ എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ അതിന് സഹകരിക്കാൻ വന്ന കോൺഗ്രസിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ മണ്ഡലം പ്രസിഡന്റായ ശ്രീ അനന്തുവിനെ ഞാൻ ഒരു ഹാരം അണിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം. ആശംസകൾ പറയാനായി ശ്രീ വി ഒ സാജനെ ക്ഷണിച്ചു. നിലവിൽ യാതൊരു വികസനവും നടത്താത്ത നമ്മുടെ പഞ്ചായത്തുകൾക്കെതിരെ നമുക്കറിയാം. ഇവിടെ ഒരു ഹിയറിംഗ് നടന്നപ്പോൾ ഇവിടെ ക്വാറികൾക്കെതിരായി ജനങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മുടെ പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇനി ഈ ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം എത്രയോ തവണയായി കോടിക്കണക്കിന് രൂപയാണ് തുലച്ചുള്ളത്. ഓരോ തവണയും മണ്ണെടുന്നു, അവിടെ പണി നടക്കുന്നു, വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ എത്ര നമ്മൾ മുല്ലക്കൽ രത്നാകരൻ ആദ്യം മലയായിരുന്നപ്പോഴാണ് ഇവിടെ റവന്യൂ ടവറിന് പൈസ അനുവദിച്ചെന്ന് പറഞ്ഞ് ചടയമംഗലത്ത് ബോർഡ് വെച്ചത്. എത്രയോ തവണ അതിന്റെ ഉദ്ഘാടനം നടത്താൻ ആലോചനകൾ നടന്നു, ഉദ്ഘാടനം നടക്കുന്നു, നടക്കലിടുന്നു. ഇതുവരെ അതിന് പൈസ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല. അപ്പൊ കാതലായ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ചടയമംഗലം നടക്കാറില്ല. നമ്മൾ ശക്തമായി അതിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാകണം. ഇവിടെ നിലവിൽ ഈ ചില ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ചില കപട വ്യക്തിത്വങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. അത് വയലിക്കട ന്യൂസ് ആയിരുന്നാലും ചില വ്യാജ പേരുകളിലുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നാലും കോൺഗ്രസിനെ അപകടപ്പെടുത്തുവാനും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുവാനും കോൺഗ്രസ് നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുവാനുമുള്ള ഇത്തരം കുൽസിത ശ്രമങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാവും. യാതൊരു സംശയവുമില്ല. ഇത്തരം ആളുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് നിർഭാഗ്യവശാൽ വളരെ ഖേദകരമാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയോ പഞ്ചായത്തിനെതിരെയോ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയോ പ്രതികരിക്കാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന ദുഷ്പ്രവണത അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനെ യൂത്ത് കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് നാളുകളിൽ ശക്തമായ പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഗ്രാമപഞ്ചായത്ത് വോട്ടർ പട്ടിക വിശദമായ അടിയന്തരമായി യൂത്ത് കോൺഗ്രസ് പരിശോധിക്കണം. നിങ്ങളിൽ തന്നെ പലരുടെയും വോട്ടുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 2 ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകണം. നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു പ്രധാന വിഷയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തുകൊണ്ട് അത് ശക്തമായി നിലയിൽ 2 ദിവസം കൊണ്ട് നമുക്ക് ഇല്ലാത്ത വോട്ടർമാരെ കൊണ്ടുവരണം. ആ വോട്ടർമാരെ ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ സ്ഥലത്തില്ലാത്ത മാറിപ്പോയ നിരവധിയായ ആളുകളെ ഒഴിവാക്കാതെ ഇപ്പോഴും നമ്മുടെ വോട്ടർ പട്ടികയിലുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തി ഒഴിവാക്കാൻ ഈ 2 ദിവസം കൊണ്ട് ഒരു തീവ്ര യജ്ഞ പരിപാടിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനന്തു പിള്ളയുടെ
ഈ പറയുന്ന സ്ഥാനാരോഹണത്തിന് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും പുതിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരത്ത്, രാജേഷ്, ഫൈസല്, ജിഷ്ണു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാ പിന്തുണയും നൽകും. നിങ്ങൾ സജീവമായി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് നിന്നുകൊണ്ട് സജീവമായി ഈ പറയുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അനന്തുവിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അറിയിക്കാനായി ഈ സലാഹുദ്ദീൻ അവരുടെ ക്ഷണിച്ചു. ഏറെ പ്രിയപ്പെട്ട യോഗത്തിനായി ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് തന്നെ ഈ ആൾക്കാരെ, ഇങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരെ കണ്ടതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസിന് നമ്മൾ കൂടിയിരുന്നത് എന്നെ പോലെയുള്ള ഒരു 10, 20, 25 പേരാണ്. ഇതുകൊണ്ട് ഈ രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലത്ത് മുന്നോട്ട് പോകത്തില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ ഈ ചെറുപ്പക്കാരെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും നടക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ അനന്തുവിനെ പോലുള്ളൊരു ചെറുപ്പക്കാരനെ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ സ്ഥാനത്തേക്ക് കിട്ടിയത്. ഈ കിട്ടിയ സ്ഥാനത്തേക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, അതിനെ അപകീർത്തിപ്പെടുത്തുവാനും. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ BJP ന്നോ CPM ന്നോ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആരെ കിട്ടിയാലും കോൺഗ്രസിന് കൈക്കെത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ചെറുപ്പക്കാർ നമ്മുടെ പാർട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിനുപരി നമ്മൾ ഇതിപ്പോ INTUCയുടെ നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മൾ ക്ഷണിക്കുകയും മിക്കവാറും എല്ലാവരും എത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോ എനിക്കെതിരെയായിരുന്നു ആദ്യം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് ഈ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ. അപ്പൊ അവർ പറഞ്ഞത് പാറക്കോറിക്ക് എതിരെ സമരം നടത്തുമ്പോൾ INTUC ഇല്ലാതെ പോയി എന്നാണ്. പക്ഷെ INTUCയെ സംബന്ധിച്ചിടത്തോളം INTUC പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ വ്യക്തമായ നിലപാടെടുത്തിരുന്നു. കാരണം ഈ തൊഴിൽ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടണമെങ്കിൽ CPMന്റെ ആൾക്കാർ, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ CPMഉം കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രഖ്യാപിച്ച് കോടതിയിൽ പോയാൽ അവർക്ക് ആരെ വെച്ച് വേണമെങ്കിലും കയറ്റാനും ഇറക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ളത്. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പോരടുത്ത് തന്നെ പറയാം, ഈ കോടതി വിധി വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ 2 പേരെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള എന്നാലും സംസാരിച്ച് ഒരുവിധം മാന്യമായ കാശ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന കോറികളിലും INTUCയുടെ നിലപാടെന്ന് പറയുന്നത് INTUC അവിടെ തൊഴിലാളികളെ കയറ്റാൻ സാധിച്ചാൽ തൊഴിലാളികളെ കയറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കും. എങ്കിലേ INTUCക്ക് തൊഴിലാളികൾ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യം INTUC കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എതിരായിട്ട് ശ്രീമാൻ MM നസീർ സാർ ഇരിക്കുമ്പോൾ തന്നെ കമ്മിറ്റിയിൽ പറഞ്ഞത് അതിനെതിരായിട്ട് ഒരാളും പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എതിരായിട്ട് എനിക്കെതിരെയും യുദ്ധത്തിന് വന്നു. സാരമില്ല, പാർട്ടിക്ക് വേണ്ടിയാണ് എന്തും ചെയ്യാൻ സഹിക്കാനും ഒക്കെ തയ്യാറാകുന്നത്. INTUC ശക്തമായി ഈ എല്ലാ പരിപാടിക്കും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി അവരോധനായ ശ്രീമാൻ അനന്തുവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ യോഗത്തിലേക്ക് നന്ദി പറയാനായി ശ്രീ ശരത്തിനെ ക്ഷണിച്ചുകൊള്ളുക. അപ്പൊ അനന്തുവിനെ ക്ഷണിച്ചോളൂ. എൻ്റെ പേര് അനന്തു. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊന്നേ പറയാവുള്ളൂ, എല്ലാവരും എൻ്റെ കൂടെ കാണും. അപ്പം ഇത്രയും പേര് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജിഷ്ണു സ്ഥാനമേറ്റ സമയത്തും ഞാനുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു അവസ്ഥയും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും, അല്ലെങ്കിൽ അന്ന് യൂത്ത് കോൺഗ്രസ് കുറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, അതിന്റെ പരിണത ഫലമായി ഉണ്ടായ പ്രശ്നങ്ങൾ ഒക്കെ മുൻനിർത്തി എന്തായാലും പുതിയ ഒരു ഭരണ സംവിധാനം ഏറ്റെടുത്തു. അതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും
യൂത്ത് കോൺഗ്രസിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പിരിയാം. എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കണം. ഇവിടെ ഇരുന്ന പോലെ യോഗ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. ആരും പിരിഞ്ഞു പോകരുത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റ അനന്തു എ പിള്ളയുടെ ചുമതലയേക്കൽ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.